അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വായനക്കാരൻ എന്ന ബാലനോവലിനെ കുറിച്ചാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിലൂടെയാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. കഥയിലെ പ്രധാന കഥാപാത്രമായ ബിച്ചു എന്ന കുട്ടി സാധാരണ കുട്ടികളിൽ നിന്ന് അല്പം വ്യത്യസ്തനാണ്. കളികളെക്കാളും മറ്റു വിനോദങ്ങളെക്കാളും അവന് കൂടുതൽ ഇഷ്ടം പുസ്തകങ്ങളോടാണ്. പുതിയ പുസ്തകങ്ങൾ കണ്ടെത്താനും അത് വായിക്കാനും സ്വന്തം പുസ്തക ശേഖരം ഉണ്ടാക്കാനുമുള്ള അവൻ്റെ ആഗ്രഹമാണ് കഥയുടെ പ്രധാന ആകർഷണം. ബിച്ചുവിൻ്റെ ജീവിതത്തിലെ വിവിധ അനുഭവങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയുമാണ് കഥ മുന്നോട്ട് പോകുന്നത്. വായനയോടുള്ള അവൻ്റെ അടങ്ങാത്ത സ്നേഹവും അറിവിനോടുള്ള അന്വേഷണവും വായനക്കാരെ ഏറെ ആകർഷിപ്പിക്കുന്നതാണ്. ഒരു കുട്ടിയുടെ കണ്ണിലൂടെ പുസ്തകങ്ങളുടെ അത്ഭുത ലോകം കാണിച്ചു തരാൻ ഈ നോവലിന് സാധിക്കുന്നുണ്ട്. ഈ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വായനയുടെ മഹത്വം വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്നു എന്നതാണ്. പുസ്തകങ്ങൾ പരീക്ഷയിൽ മാർക്ക് നേടാനുള്ള ഉപകരണം മാത്രമല്ല, മറിച്ച് ജീവിതത്തെ മനസ്സിലാക്കാനും പുതിയ ലോകങ്ങളെ പരിചയപ്പെടാനും സഹായിക്കുന്ന നല്ല സുഹൃത്തുക്കളാണെന്ന സന്ദേശം ഈ കൃതി നൽകുന്നുണ്ട്. എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിച്ചുവിൻ്റെ കഥാപാത്രമാണ്. അവൻ്റെ സ്വപ്നങ്ങളും ആവേശവും പുസ്തകങ്ങളോടുള്ള സ്നേഹവും വായനക്കാരിൽ ഒരു പ്രചോദനം സൃഷ്ടിക്കുന്നതാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഈ പുസ്തകം സഹായിക്കും. ലളിതമായ ഭാഷയും രസകരമായ അവതരണ ശൈലിയുമാണ് ഈ നോവലിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കൃതിയാണിത്. എൻ്റെ അഭിപ്രായത്തിൽ വായനക്കാരൻ ഒരു കഥ മാത്രമല്ല, വായനയുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രചോദനാത്മക യാത്രയാണ്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരും വായനാശീലം വളർത്താൻ ആഗ്രഹിക്കുന്നവരും തീർച്ചയായും വായിക്കേണ്ട ഒരു മികച്ച ബാലനോവലാണ് വായനക്കാരൻ.